ജപമാലയേന്തി ഇരു കൈകൾ നീട്ടി മാറോടു ചേർക്കുന്ന സ്നേഹം. അമ്മേ ജപമാല റാണി, വാഴ്ത്തുന്നു നിന്നാമം ഞങ്ങൾ. നിൻ ചാരയണയുന്ന നേരം ആശ്വാസമാണമ്മേ നിറയേ. അലിവാർന്ന മിഴിയിൽ നിറയുന്ന സ്നേഹം, മാതൃവാത്സല്യത്തിൻ സ്നേഹം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ മറിയം. ഈ ലോകത്തിൽ നാം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മൾ അനാഥരാകാതിരിക്കുവാൻ ഈശോ നമുക്ക് കൂട്ടിന് തൻ്റെ അമ്മയെ നൽകി. ഏറ്റവും നല്ല തണൽ വൃക്ഷമായി, കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെ തഴുകലായി അമ്മ മേരി നമുക്കൊപ്പം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ വിഷമങ്ങളുടെ ദശാസന്ധികളിൽ, പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ നീറുന്ന ജീവിത സാഹചര്യങ്ങളിൽ കൂട്ടുപിടിച്ച് കരം പിടിച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഈ യാത്രയിൽ നമുക്ക് കരുത്തിന് പരിശുദ്ധ സഭ വിളമ്പിത്തന്ന അനുഗ്രഹദായകമായ കൃപയുടെ കൂട്ടാണ് പരിശുദ്ധ ജപമാല. ജപമാല മണികളിൽ കോർത്തുകെട്ടിയ നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നുള്ളത് ജപമാലയെ സ്നേഹിച്ച അനേകം വിശുദ്ധരിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ ബോധ്യമാണ്. വിശുദ്ധ ചാവർ പിതാവ് ജപമാലയെക്കുറിച്ച് പറയുന്നത് ചരടിൽ കൊരുത്ത സുവിശേഷമെന്നാണ്. ജപമാല മുഴുവൻ സുവിശേഷത്തിൻ്റെ രക്ഷാരഹസ്യങ്ങളെ മനോഹരമായി ധ്യാനിച്ച് സ്വർഗത്തിലേക്ക് നോക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതിനാലാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും ജപമാലയെക്കുറിച്ച് പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കലാണ് ജപമാലയെന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഈ ജപമാല നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇന്നോളം ജീവിച്ച നമ്മുടെ കാലയളവിൽ എത്രത്തോളം നമുക്ക് ആശ്വാസമായി എന്ന് നമുക്ക് ധ്യാനിക്കാം. അതോടൊപ്പം ജപമാല നൽകുന്ന ആശ്വാസം, അനുഗ്രഹം, നമ്മുടെ ജീവിതങ്ങൾക്ക് മുൻപോട്ടുള്ള നമ്മുടെ യാത്രകൾക്ക് ഇനിയും ജപമാല നൽകുവാനിരിക്കുന്ന വലിയ നന്മകളെ ഓർത്തുകൊണ്ട് ജപമാല ഭക്തിയിൽ വളരുവാൻ നമുക്ക് പ്രത്യേകം ആഗ്രഹിക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തെ ഞാൻ ചിന്തിക്കുമ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പരിശുദ്ധ അമ്മ കാവൽ നിന്ന, കൂട്ടുനിന്ന അനുഭവങ്ങൾ അനേകമുണ്ട്. പൗരോഹിത്യ സന്യാസ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ അതിൻ്റെ ആരംഭം മുതൽ ഇന്നെത്തി നിൽക്കുന്ന ഈ സമയം വരെ അമ്മ കൂട്ടു നിന്നില്ലായിരുന്നുവെങ്കിൽ, അമ്മയുടെ ജപമാല ശക്തി തന്നില്ലായിരുന്നുവെങ്കിൽ ഈ യാത്രയിൽ കാലിടറി പോകുവാനുള്ള ഒത്തിരി സാധ്യതകളുണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ സെമിനാരിയിലേക്ക് പ്രവേശിച്ച അന്നു മുതൽ അമ്മ എനിക്ക് കൂട്ടായിരുന്നു. ഇന്ന് പൗരോഹിത്യത്തിൽ 10 വർഷം പൂർത്തീകരിച്ച് യാത്ര തുടരുമ്പം ഇന്നും എനിക്ക് ബോധ്യത്തോടെ പറയാൻ പറ്റും, അമ്മ തണൽ വിരിച്ച, വാത്സല്യം നൽകി, കരുതൽ തന്ന്, കൈപിടിച്ച് പിടിച്ചു മാറ്റി, എല്ലാ വഴികളിലും കാവൽ നിന്ന് വഴി നടത്തിയതിൻ്റെ അനുഗ്രഹമാണ് ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ നന്മയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സെമിനാരിയിൽ എത്തുന്ന സമയത്ത് എനിക്കെൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ 2 പേരും സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവരവരുടെ നിയോഗം പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ ഈ യാത്രയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അമ്മ എനിക്ക് തണലും മരമായി, എനിക്ക് സ്നേഹത്തിൻ്റെ തണൽ വിരിച്ച്
വാത്സല്യത്തിൻ്റെ കരുതൽ തന്ന് ഓരോ നിമിഷവും ശാസനയും തിരുത്തും തന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും അദൃശ്യമായ അമ്മയുടെ സാന്നിധ്യം, ചില ഘട്ടങ്ങളിൽ ദൃശ്യമായ അടയാളം ഒരുക്കുന്നത് പോലെ കൃത്യമായ വഴികളിൽ ഇടപെട്ടുകൊണ്ട് അമ്മ വഴി നടത്തിയത് ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജപമാല നൽകുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം, നമുക്കൊരു അമ്മയുണ്ട് കൂട്ടിന്, നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരമ്മയുണ്ടെന്നുള്ളൊരു ഉറപ്പാണ്. രണ്ടാമത്, ജപമാല നൽകുന്ന അനുഗ്രഹം. എല്ലാ തലങ്ങളിലും തകർക്കപ്പെട്ട ഒരു സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം. എല്ലാ വേദനകളും അവൾക്ക് മനസ്സിലാകും. അവൾ വല്ലാതെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോയിട്ടുണ്ട്, തകർച്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, എല്ലാ വിധത്തിലുള്ള അപമാന അവഹേളനങ്ങളിലൂടെ അവൾ കടന്നു പോയിട്ടുണ്ട്. തിരുക്കുമാൻ ഈശോ വഹിച്ച എല്ലാ നൊമ്പരവും അവളുടെ ചങ്കിലാണ് കൃത്യമായി സ്വീകരിക്കപ്പെട്ടത്. അതിനാൽ തന്നെ അവൾക്ക് എൻ്റെ വേദന, എൻ്റെ ഒറ്റപ്പെടൽ, എൻ്റെ അനാഥത്വം, എൻ്റെ ഇല്ലായ്മകൾ മനസ്സിലാകും. എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാകുമെന്നുള്ള അനുഗ്രഹമാണ് ജപമാല രഹസ്യങ്ങളെ ധ്യാനിക്കുമ്പം നമുക്ക് ലഭിക്കുന്ന ആശ്വാസം. ജപമാല ഭക്തി തിരുസഭയിൽ ഇത്രമാത്രം ആഴത്തിൽ വേര് പിടിക്കാൻ എന്താണ് കാരണമെന്ന് നാം ധ്യാനിക്കുന്നത് നന്നായിരിക്കും. ഏതൊരു ഭക്തിയും അനുഗ്രഹമായി തിരുസഭയിൽ വേരുറപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഫലപ്രാപ്തിയിലാണ്. അതെത്രത്തോളം ദൈവമക്കൾക്ക് അവരുടെ യാത്രയിൽ അവർക്ക് സഹായമാകുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഏതൊരു ഭക്തിയും ദൈവമക്കളുടെ ഇടയിൽ വ്യാപിക്കുന്നത്. പരിശുദ്ധ അമ്മയുള്ള ഭക്തി ആദിമ സഭ മുതൽ കർത്താവിൻ്റെ സഭയിലുണ്ട്. ജപമാല ഭക്തി സഭയുടെ ഒരു പ്രത്യേക നൂറ്റാണ്ടിൽ സഭയിൽ വേരുറപ്പിക്കപ്പെട്ട ഭക്തിയാണ്. പക്ഷെ സുവിശേഷാത്മകമായി സുവിശേഷത്തിൻ്റെ രക്ഷാരഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അതൊരു ചരടിൽ കോർത്ത് കെട്ടി തിരുസഭ അമ്മ തൻ്റെ മക്കൾക്ക് ജപമാലയിലൂടെ പകർന്നു നൽകി. അതിൻ്റെ അടിസ്ഥാനം വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വ്യക്തമായ അടിത്തറമേൽ തന്നെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ജപമാല ഭക്തി ഇത്രമാത്രം ദൈവമക്കൾക്ക് ആശ്വാസമായതിൻ്റെ പിന്നിലുള്ള ഒന്നാമത്തെ കാരണം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ കുരിശിനരികെ അമ്മയായ മേരി നിൽക്കുന്നുണ്ടായിരുന്നു. ആർക്കും മുറിച്ച് കളയാൻ പറ്റാത്ത, എല്ലാ ഘട്ടത്തിലും തമ്പുരാനോട് കൂടെ നിന്ന അമ്മയുടെ ആഴമായ ഈശോ ബന്ധമാണ് അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ബലമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. എല്ലാവരും അവനെ വിട്ടുപേക്ഷിച്ച് പോയ ആ ദിവസം, ഈശോ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലൂടെ, സങ്കടത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, ഒറ്റപ്പെടലിലൂടെ, മരണത്തിലൂടെ കടന്നുപോയ ആ ദിവസം അമ്മ മകനെ മാറി നിന്നില്ല. ബാക്കിയുള്ളൊരു ഭയം കൊണ്ടോ അവരുടെ സങ്കടം കൊണ്ടോ അവർക്ക് പറ്റാഞ്ഞതുകൊണ്ടോ വിട്ടുമാറുമ്പം അമ്മ മേരി ഈശോയുടെ അരികിൽ അടുത്ത് നിന്ന് ഈശോയ്ക്ക് ആശ്വാസം കൊടുത്തു, ഈശോയ്ക്ക് ബലം കൊടുത്തു. അവൾ കാൽവരി മലമുകളിൽ ഒന്നാമത്തെ വിശ്വാസിനിയായി ആദ്യത്തെ ബലിയർപ്പണം മനോഹരമായിട്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഈശോയ്ക്കൊപ്പം നിന്ന് ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ ഈശോ ബലിയായി വിലയായി മാറിയ സമയത്ത് അമ്മ കൂടെ നിന്ന് ആ ബലിയുടെ മുഴുവൻ യോഗ്യതയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥനയായി മാറി. ജപമാലയുടെ ശക്തിയുടെ പിന്നിൽ ഈ മാധ്യസ്ഥത്തിൻ്റെ ബലമുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെയും ജീവിതയാത്രയിൽ നമ്മൾ ഉലയുമ്പം, നമ്മൾ ഒറ്റപ്പെടുമ്പം, നമ്മൾ മരവിച്ച് പോകുമ്പം, വിശ്വാസ തീർത്ഥാടനം എങ്ങനെ പൂർത്തീകരിക്കുമെന്നുള്ള ആശങ്കകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കാർമേഘ പാളികളെ പോലെ വന്ന് മൂടുമ്പം, മുമ്പ് കാണാൻ പറ്റാത്ത വിധം ഇരുൾ നിറയുമ്പം അമ്മ മേരി സഹായിക്കാനുണ്ട്. കാരണം അവളുടെ ജീവിതയാത്രയിൽ അവൾ ഒത്തിരി ഇരുളിനെ അഭിമുഖീകരിച്ചവളാണ്. ഒത്തിരി രാത്രി അനുഭവങ്ങളിലൂടെ അമ്മയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അമ്മയ്ക്ക് അതുകൊണ്ട് എന്നെയും നിങ്ങളെ മനസ്സിലാകും. നമ്മുടെ ഒറ്റപ്പെടലുകളിൽ, നമ്മുടെ മുമ്പിൽ ജീവിതം ആശാവഹമായതൊന്നും നൽകാത്തതുപോലെ ചില ഘട്ടങ്ങളിൽ നമുക്ക് മുമ്പിൽ തിരിഞ്ഞു നിൽക്കുമ്പം അമ്മ മേരി നമ്മളെ നമ്മുടെ പാതകൾക്ക് വെട്ടമായി, വെളിച്ചമായി, തെളിച്ചമായി നമുക്കൊപ്പം നിൽക്കും. കാരണം അമ്മയ്ക്ക് എന്നെ അറിയാൻ പറ്റും വിധം അവൾ ആശങ്കകളുടെ നിഴൽ പാളികളിൽ ഈശോയ്ക്ക് കരുത്തു കൊടുത്തുകൊണ്ട്, ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ നേരിട്ടവളാണ്. അവൾക്ക് നമുക്ക് ഏറ്റവും നല്ല മധ്യസ്ഥയാകാനുള്ള കരുത്തുണ്ട്. ദൈവതിരുസന്നിധിയിൽ അത്രമാത്രം ആർക്കും മുറിച്ചു കളയാൻ പറ്റാത്ത
ബന്ധമുണ്ട്. അത്രയും ബന്ധമുള്ള പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ തീർത്ഥാടനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ജീവിതം ആശാവഹമായി നമുക്ക് മുമ്പിൽ ഒന്നും നൽകാത്തപ്പോഴും കാൽക്കീഴിലെ മണ്ണ് പരിപൂർണമായിട്ട് വലിച്ചില്ലാതായി എന്ന് ആശങ്കപ്പെട്ട് മുമ്പോട്ട് നോക്കുമ്പം എല്ലാ വിധത്തിലും ജീവിതം നഷ്ടപ്പെട്ടു പോയതുപോലെ നമ്മുടെ ജീവിതം വഴിമാറുമ്പോഴും അമ്മ മേരി നമ്മളെ സഹായിക്കും. കാരണം അവൾക്ക് ഇത്തരം അനുഭവങ്ങൾ അനേക തവണ അവളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവൾ ഒരിക്കലും ജീവിതത്തെ പഴി പറഞ്ഞിട്ടില്ല. വിധികൾക്ക് മുമ്പിൽ അവൾ ദൈവത്തെ പഴിച്ചിട്ടില്ല. ജീവിതത്തെ അതായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നൽകുന്ന സമ്മാനമായി കണ്ടുകൊണ്ട് അവൾ കുരിശിന് ചുവട്ടിൽ നിന്നതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്നിഗ്ധാവസ്ഥകളിലും അവൾ ദൈവത്തെ നോക്കി അവൾ ഉറച്ചു നിന്നു. ആ മേരിക്ക് എൻ്റെ വഴികൾക്ക് ഉറപ്പ് തരാനുള്ള കരുത്തുണ്ട്. എൻ്റെ ജീവിതം വഴിമുട്ടിപ്പോകാൻ, എൻ്റെ ജീവിതം വഴിമാറിപ്പോകാൻ, എൻ്റെ ജീവിതം എല്ലാ വിധത്തിലും നഷ്ടപ്പെട്ടു പോകാൻ, നശിച്ചു പോകാൻ അമ്മ മേരി ഉള്ളിടത്തോളം കാലം അമ്മ സമ്മതിക്കുകയില്ല. നമ്മുടെ ജീവിതങ്ങൾക്ക് എല്ലാ വിധത്തിലും കരുത്തും പ്രകാശവുമാകുവാൻ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ജീവിതത്തെ സംബന്ധിച്ച് പിന്നോട്ട് ധ്യാനിക്കുമ്പം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അമ്മ അടുത്ത് വന്ന് അരികിൽ നിന്ന് സഹായിച്ചത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയാണ്. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടാൻ അമ്മ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതുപോലെ അമ്മ ആശ്വാസത്തിൻ്റെ അനുഗ്രഹം ജപമാലയിൽ മുറുകെ പിടിക്കുവാൻ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ജീവിതം ചില ഘട്ടങ്ങളിലൊക്കെ ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകലുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന സമയങ്ങളിലെല്ലാം അമ്മ മേരിയുടെ നിർബന്ധം, അമ്മ മേരിയുടെ ശാസന ഒരനുഭവമായി അരികിലെത്തുന്നത് നമുക്കെല്ലാവർക്കും അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഏത് ജീവിതാവസ്ഥയിലും നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അവൾ അത്രയും നല്ലൊരു കുടുംബിനി, അത്രയും നല്ലൊരു സമർപ്പിത, അത്രയും നല്ലൊരു വിശ്വാസിനി, അത്രയും നല്ലൊരു പ്രേക്ഷിത ആയിട്ടാണ് ഈ ഭൂമിയിലൂടെ തൻ്റെ തീർത്ഥാടനം പൂർത്തീകരിച്ച് അവളുടെ തീർത്ഥാടനം തുടരുന്നത്. ഈ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്ക് നമുക്ക് ഗൗരവത്തോടെ വിളിക്കാം. ജപമാല മണികളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കോർത്ത് കെട്ടാം. ഇവിടെ കോർത്ത് കെട്ടിയ ജീവിതത്തിന് ഒരിക്കലും പിശാചിന് അവകാശം ഉണ്ടാവുകയില്ല. അത്രമാത്രം ദൈവത്തെ ഹൃദയത്തോട് ചേർത്തവളാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് കാത് കൊടുത്ത് ദൈവത്തെ എല്ലായ്പ്പോഴും വിലമതിച്ചവളാണ് മേരി. ആ അമ്മ മേരി ഈശോയുമായിട്ടുള്ള നിലനിൽക്കുന്ന എന്നേക്കുമുള്ള ബന്ധത്തിന് എന്നെ സഹായിക്കും. ആ ഒരു ഉറപ്പോടെ നിത്യതയിലേക്കുള്ള തീർത്ഥാടനത്തിൽ അമ്മയുടെ കരം പിടിച്ച് ജപമാല മണികളിൽ ജീവിതത്തെ കോർത്ത് കെട്ടി നമുക്ക് മുമ്പോട്ട് പോകാം. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ, അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ, എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ, എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. പരിശുദ്ധ സഭ സ്വഭാവത്താലെ തീർത്ഥാടകയാണ്. സ്വർഗത്തിലേക്കുള്ള പൂർത്തീകരിക്കേണ്ട യാത്ര നിയോഗമായി സിദ്ധിച്ചവളാണ് പരിശുദ്ധ സഭയിലെ ഓരോ അംഗവും. ഈ തീർത്ഥാടനത്തിന് മനോഹരമായി യാത്ര പൂർത്തീകരിച്ചവരുടെ കൂട്ടാവശ്യമുണ്ടെന്ന് പരിശുദ്ധ സഭയുടെ നായകനായ ഈശോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാലാണ് തൻ്റെ നിയോഗത്തെ മനോഹരമായി പൂർത്തീകരിച്ച് ലക്ഷ്യസ്ഥാനത്ത് ദൈവം ആഗ്രഹിച്ചതുപോലെ എത്തിയ ഒരാളുടെ കൂട്ട് കാവൽ ഈശോ പ്രത്യേകം സഭയ്ക്ക് നൽകിയത്. തൻ്റെ അമ്മയെ തൻ്റെ സഭയുടെ അമ്മയാക്കി, തൻ്റെ സഭയുടെ സംരക്ഷകയാക്കി, തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ തീർത്ഥാടനത്തിനുള്ള കൂട്ടുകാരിയാക്കി ഈശോ നൽകിയത് അവൾ മക്കളെ മനോഹരമായിട്ട് ഈ യാത്രയ്ക്ക് കരം പിടിച്ച് കൈപിടിച്ച് നയിക്കുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിയോഗം പൂർത്തീകരിച്ച മേരി പന്തക്കുസ്തായുടെ ദിനരാത്രങ്ങൾ നീണ്ട ഒരുക്കങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ ആത്മാവിനെ തൻ്റെ സഭയ്ക്ക്, ഈശോയുടെ സഭയ്ക്ക് നൽകിക്കൊണ്ട് തൻ്റെ നിയോഗത്തെ പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങുമ്പം ആ അമ്മയുടെ യാത്ര വീണ്ടും മുമ്പോട്ട് പോകേണ്ടതാണെന്ന്
ഈശോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. തൻ്റെ സഭ ഒരിക്കലും അനാഥത്വം അനുഭവിക്കരുതെന്ന്, തൻ്റെ സഭ ഒരിക്കലും അമ്മയില്ലായ്മയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകരുതെന്ന് ഈശോ നിശ്ചയമായും മനസ്സിലാക്കിയത് തൻ്റെ യാത്രയ്ക്ക് അമ്മ എത്രമാത്രം തണൽ വിരിച്ച് തൻ്റെ നിയോഗം പൂർത്തീകരിക്കാൻ തന്നെ എത്രത്തോളം സഹായിച്ചുവെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. തൻ്റെ നിയോഗത്തിലേക്ക് തന്നെ നടത്തുവാൻ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് തൻ്റെ സമയത്തിലേക്ക് കൈപിടിച്ച് തന്നെ വിളിച്ചടുപ്പിച്ച ഈ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ മക്കളെ നിയോഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള കരുത്തുണ്ടെന്ന്, അതിനുള്ള വിവേകമുണ്ടെന്ന് യേശുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ അമ്മ മനോഹരമായി തൻ്റെ യാത്ര പൂർത്തീകരിച്ചതിന് പിന്നിൽ അവളെ സംബന്ധിച്ച് നമ്മൾ ധ്യാനിക്കുമ്പം നമുക്ക് ദർശിക്കാൻ പറ്റുന്ന കാര്യം അവൾ നിയോഗത്തോടെ ജീവിച്ചു എന്നുള്ളതാണ്. ഈജിപ്തിലേക്കുള്ള തൻ്റെ യാത്രയിൽ ഈശോയെ മുറുകെ പിടിച്ച് ഈശോയ്ക്ക് സംരക്ഷണം ഒരുക്കിയ മേരി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജീവിതയാത്രയിൽ ഈശോയെ ഗൗരവമായി സൂക്ഷിക്കണമെന്ന്. അതോടൊപ്പം ജെറുസലേം ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കുമ്പോഴും, ജെറുസലേം ദേവാലയത്തിൽ തന്നെ ഈശോ നഷ്ടപ്പെടുമ്പം ഈശോയെ മടക്കി കിട്ടാനായി അന്വേഷണത്തോടെ ഓടുമ്പോഴും അമ്മ മേരി നിയോഗം മക്കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മക്കളെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈശോയെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നും, നഷ്ടപ്പെട്ടാൽ മനസാന്തരത്തിലേക്ക്, ദൈവത്തെ തേടിയുള്ള യാത്രയിലേക്ക് മക്കൾ ഗൗരവത്തോടെ യാത്ര പോകണമെന്നും അമ്മ മേരി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും കാനായിലെ കല്യാണ വീട്ടിൽ ഈശോയെ നിയോഗം ഓർമ്മിപ്പിച്ച അതേ അമ്മയ്ക്ക് നമ്മുടെ നിയോഗങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള വലിയ കരുത്തുണ്ട്. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ മേരി ജനക്കൂട്ടത്തിനിടയിൽ ഈശോയെ തേടുമ്പം അമ്മയ്ക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ആത്മീയ ജീവിതയാത്രയിൽ ജീവിക്കുന്ന നമുക്കെല്ലാം ചില ഘട്ടങ്ങളിൽ ഈശോ നഷ്ടപ്പെടുന്നത് പോലെ, ഈശോ അരികിലില്ലാത്തതുപോലെ, നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളിലേക്ക് ദൈവം ഇടപെടുന്നില്ലാത്തതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പം അമ്മ പറയും മക്കളോട് കാത്തിരിക്കാൻ. കുരിശിൻ്റെ യാത്രയിൽ ഈശോയ്ക്കൊപ്പം നിന്ന് അമ്മയ്ക്ക് മക്കളെ ഓർമ്മിപ്പിക്കാനുണ്ട്, ഇല്ല ഇല്ല, നിൻ്റെ ജീവിതത്തിൽ നീ ഈശോയ്ക്കൊപ്പം നിന്നാൽ നിൻ്റെ ഏത് കുരിശുകളെയും വഹിക്കാനുള്ള ശക്തി നിൻ്റെ ദൈവം നിനക്ക് തരുമെന്ന് അമ്മയ്ക്ക് പറഞ്ഞു തരാനുള്ള കരുത്തുണ്ട്. പന്തക്കുസ്തായിൽ അവസാനിക്കുന്ന അമ്മ മേരിയുടെ യാത്ര പ്രത്യാശയുടെ തീർത്ഥാടനത്തിന് നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിൽ എല്ലാം പുതുക്കപ്പെടുന്നു. നിൻ്റെ ജീവിതത്തിന് അർത്ഥവും അനുഗ്രഹവും തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുമെന്നും അമ്മ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജപമാലയുടെ ഓരോ രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം മനുഷ്യൻ്റെ ആകുലത, ഭയം, സങ്കടം എല്ലാം അതിലുണ്ട്. അതിനപ്പുറം മഹത്വത്തിൻ്റെ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ധ്യാനിക്കുമ്പം ഈ ഭൂമിയുടെ സങ്കടങ്ങൾക്കപ്പുറം സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ മഹത്വത്തിൻ്റെ ഒരു ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി ഭാഗധേയം, അതിനെ ഓർമ്മിപ്പിക്കാൻ അമ്മ നമ്മളെ സഹായിക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ജപമാല മണികൾ ഒരുക്കുന്ന നന്മ നമുക്ക് വേണ്ടി വിരുന്ന് വിളമ്പുന്നുണ്ട്. പരിശുദ്ധ ജപമാല പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഉൾക്കൊള്ളുന്നതായി നമ്മൾ ജപമാല പ്രാർത്ഥനകളെ ധ്യാനിച്ചാൽ മനസ്സിലാകും. അതിലെൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിന് വലിയ പ്രത്യാശ തരുന്ന മഹിമയും മഹത്വം അതിലുണ്ട്. മുമ്പോട്ട് പോകാനുള്ള പ്രകാശം അതിനുണ്ട്. ഈശോ മിശിഹ കടന്നുപോയ എല്ലാ വഴികളിലും മനുഷ്യൻ്റെ സന്തോഷവും ദുഃഖവും സങ്കടവും മനോഭാരവും ഭയപ്പാടുകളും എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാവുകയാണ്. ജീവിതത്തിൻ്റെ പരിമിതികളിൽ നിന്നാണ് തിരുക്കുടുംബത്തിൻ്റെ യാത്ര മുൻപോട്ട് പോയത്. വലിയ നിസ്സഹായാവസ്ഥയുടെ നിലയില്ല കയത്തിൽ അകപ്പെട്ടതുപോലത്തെ അവസ്ഥകൾ ആ കുടുംബം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈശോമായിട്ടുള്ള യാത്രയിൽ നിർണായകമായ ദശാസന്ധികളിൽ അല്ലാതെ പരിഭ്രാന്തി തോന്നുന്ന അവസ്ഥകളിലൂടെ പരിശുദ്ധ അമ്മ മേരി കടന്നുപോയിട്ടുണ്ട്. കടുത്ത സങ്കടങ്ങളും വിലാപം കാൽവരിമുകളിലെത്തുമ്പം ഉച്ചസ്ഥായിലെത്തുന്ന അവസ്ഥകളും അതിനുശേഷം പ്രതീക്ഷയുടെ ഉയർപ്പും സ്വർഗാരോഹണവും
മഹിമയുള്ള അമ്മയുടെ സ്വർഗാരോഹണവും എല്ലാം ജീവിതത്തിന് അർത്ഥവും പ്രത്യാശയും നൽകുന്നു. പരിശുദ്ധ ജപമാലയെ ധ്യാനിച്ചുകൊണ്ട് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പം അവന് ലഭിക്കുന്ന വലിയ പ്രത്യാശ, എൻ്റെ ഈ ദുഃഖത്തിനപ്പുറം, എൻ്റെ സങ്കടക്കടൽ നീന്താൻ പറ്റാത്ത വിധം ഞാൻ വിഷമിക്കുന്ന ഈ ക്ലേശതരമായ എൻ്റെ ജീവിതത്തിനപ്പുറം പ്രത്യാശയുടെ മഹിമയുടെ ദിവസങ്ങൾ എനിക്കുണ്ടെന്നുള്ള ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ജപമാല പ്രാർത്ഥനകളെ മുറുകെ പിടിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം നമുക്ക് വലിയൊരു ഉറപ്പ് കിട്ടുന്നുണ്ട്. ഈശോ എല്ലാം അറിയുന്നു, ഈശോ എല്ലാം പരിഹരിക്കും, ഉദ്ധാരത്തിലേക്ക് എന്നെ നയിക്കും, എൻ്റെ വീടിനൊരു ഉയർപ്പുണ്ട്, എൻ്റെ മകനും നന്നാകും, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടും, എന്നെ എൻ്റെ ദൈവത്തിന് മനസ്സിലാകും, എല്ലാ തലങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കൊരു ഉത്തരവുണ്ട്. ഈ ഒരു വലിയ പ്രത്യാശയുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന എന്ന് നമുക്ക് വ്യക്തമായി ആ ജപമാല രഹസ്യങ്ങളെ ധ്യാനിക്കുമ്പം മനസ്സിലാവുകയാണ്. അതിനാൽ തന്നെ ഈ ജപമാല മണികൾ നമുക്ക് മുറുകെ പിടിച്ച് നമ്മുടെ തീർത്ഥാടനത്തെ പൂർത്തീകരിക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പലരും ജപമാലയെ സംബന്ധിച്ച് ഇങ്ങനൊരു സംശയം ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ജപമണികൾ ഉതിർത്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ മനോഹരമായ പ്രാർത്ഥന ചൊല്ലുന്നത് എന്ന്? അതിന് തീർച്ചയായിട്ടും താത്വികമായിട്ട് ഒത്തിരി വിശകലനങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടത്തിലോ അപകടത്തിലോ നമ്മൾ എത്തുമ്പം ആ അപകടത്തിൽ നിന്ന് തരണം ചെയ്യുന്ന ഘട്ടം വരെയും നമ്മൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് സ്വാഭാവിക സത്യമാണ്. ജീവിതത്തിൽ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ എൻ്റെ അമ്മയെ എന്നെ സഹായിക്കണമേ എന്ന് ആവർത്തിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥന, അതാണ് ജപമാല. ആവർത്തിച്ച് അമ്മയുടെയും തിരുക്കുമാരൻ ഈശോയുടെയും സഹായം തേടുമ്പം നമുക്കെല്ലാവർക്കും അറിയാം, അമ്മയെ വിളിച്ചപേക്ഷിച്ച ഒരാൾ പോലും നിരാശപ്പെട്ടിട്ടില്ല. കാരണം അമ്മ തിരുക്കുമാരൻ ഈശോയുമായി ആ ഭവനത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രഹസ്യം. ജപമാല റാണിയായ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, നമ്മുടെ ബന്ധ തകർച്ചകളിലേക്ക്, കടബാധ്യതയുടെ നീറുന്ന സങ്കടങ്ങളിലേക്ക്, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ ആശങ്കകളിലേക്ക്, നമ്മുടെ ദൈവവിളിയെ സംബന്ധിച്ച് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ദശാസന്ധികളിൽ മുമ്പോട്ട് എന്തേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉലഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മളെ സഹായിക്കാനുള്ള കരുത്തുണ്ട്. കാരണം അമ്മ എല്ലാ ഇടങ്ങളിലും എല്ലാ സങ്കടങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഈശോയെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട്, ദൈവത്തെ മാത്രം മുമ്പിൽ കണ്ട് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കണ്ടവളാണ്. അവൾക്കറിയാം നമ്മളെ സഹായിക്കാൻ. ജപമാല റാണിയായ പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. തിരുക്കുമാരൻ ഈശോയുമായി കടന്നു വന്ന് നമ്മുടെ വീട്ടകങ്ങളിലേക്ക് ഓടിയെത്താൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപെടലുകൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അമ്മേ മാതാവേ തിരുക്കുമാരൻ ഈശോയായിട്ട് വരണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗം എത്തുവോളം പരിശുദ്ധ അമ്മ നമുക്ക് കൂട്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമലോത്ഭവേ മരിയാംബികേ സ്തുതിഗീതമേകി വണങ്ങിടാം അണിചേർന്നിവർ ജപമാ